എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സൂര്യനാരായണൻ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് പ്രഭാവതി ഇറങ്ങി വരുന്നേ. അത്ര സമയം പ്രഭാവതി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പ്രഭാവതി ഇറങ്ങി വന്ന് കണ്ടപ്പോ തന്നെ അബിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ താഴേക്ക് ഇറങ്ങി വന്നല്ലോ, അച്ഛനോട് സംസാരിക്കാനായിട്ട് അമ്മ കൂട്ടാക്കില്ലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ പ്രഭാവതി അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ പറഞ്ഞു, അല്ല ഇനിയെങ്കിലും നിനക്ക് നിന്റെ മനസ്സിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആ പഴയപടി ആവാൻ പറ്റില്ലേ പ്രഭാവതി എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു, അതെ അങ്ങനെ പെട്ടെന്നൊന്നും എന്റെ മനസ്സ് മാറും നിങ്ങൾ ആരും വിചാരിക്കേണ്ടെന്ന് പറയാണ്. ആ ചതി എനിക്കത് ഇപ്പോഴും പൊറുക്കാനും മറക്കാനും കഴിഞ്ഞിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ട അബി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ വെറുതെ അതൊക്കെ ഇനി വീണ്ടും വീണ്ടും മനസ്സിലേക്ക് എടുത്തിടുന്നേ? അച്ഛനാ റിസോർട്ടിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തല്ലോ, ആ വിൽപ്പത്തർ റദ്ദ് ചെയ്തല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു, അതുകൊണ്ടൊന്നും ആയില്ല, എന്റെ മനസ്സിലെ ആ മുറിവ് അത് പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല എന്ന് പറയണം. അത് ഉണങ്ങണമെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തിട്ടുണ്ട്, അത് അതേപടി തന്നെ നടക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ പറഞ്ഞു, നീ തീരുമാനങ്ങൾ എടുക്കാനോ? നീ എന്തൊക്കെയാ പ്രഭാതി പറയണേ? നീ അല്ലേ പറഞ്ഞേ ആ വിൽപ്പത്രം റദ്ദ് ചെയ്യാനായിട്ട്? നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ അനുസരിച്ചു. ഇനി നിന്റെ ഡിമാൻഡ് എന്താ എന്ന് ചോദിക്കുകയാണ്. പ്രഭാവതി പറഞ്ഞു, എന്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ ഈ സ്വത്തുക്കളെ കൈയടക്കി വെച്ചോണ്ട് ഇരിക്കേണ്ട കാര്യമില്ല. സ്വത്തുക്കളെല്ലാം മക്കൾക്ക് വീതം വെച്ച് കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ട സൂര്യനാരായണൻ ഞെട്ടി. നീ എന്താ പ്രഭാവതി പറയണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ? ഇനി ഇത് കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കിരിക്കേണ്ട കാര്യമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷെ നിങ്ങൾക്കോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ? മക്കൾ നമ്മയും മിക്കവാറും അടിമഴക്കോ. അതൊരു കാരണവശാലും പാടില്ല. അതിനു മുമ്പിന്റെ കാര്യങ്ങളൊക്കെ നടത്തണം. അല്ലെങ്കിൽ എനിക്കിവിടെ നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യുമെന്ന് പറയണം. ഒരു പക്ഷേ ഡിവോഴ്സായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം. എന്താ പ്രഭാതി നീ ഇങ്ങനെയൊക്കെ പറയണേ? പെട്ടെന്ന് അഭി പറഞ്ഞു, അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ? ഇത്ര പെട്ടെന്ന് എന്തിനാ വീതം വെക്കണം? അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കുക. എത്രയാന്ന് പറഞ്ഞാലും മക്കൾക്കെല്ലാം ഉള്ളതല്ലേ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കള്, പിന്നെ ഇങ്ങനെ ഇതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടത് അജയ് പറഞ്ഞു, ഞാൻ അമ്മയുടെ ഭാഗത്ത് നിൽക്കുള്ളൂ. അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം. സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് വീതം വെച്ച് മക്കളുടെ പേരിലേക്ക് കൊടുക്കുവാണെങ്കിൽ അവനവന്റെ വീതം കൊണ്ട് പോയിക്കോളൂല്ലോ, പിന്നെന്താ കുഴപ്പമിരിക്കണേ? അപർണ പറഞ്ഞു, ആ പറഞ്ഞ ന്യായമായിട്ടൊരു കാര്യമാണ്. വീതം വെക്കേണ്ടതെല്ലാം നേരത്തെ തന്നെ വീതം വെക്കണം എന്ന് പറയാ. അപർണയുടെ അജയുടെ മനസ്സിൽ കുതന്ത്ര ബുദ്ധികളാ വന്നുകൊണ്ടിരിക്കുന്നത്. അപർണയ്ക്കാണെങ്കിൽ കൂടുതൽ കൈയടക്കണം. ഈ അളകാപുരി ആർക്ക് കിട്ടുമെന്നൊരു സംശയം മാത്രം അജയുടെ മനസ്സിലുള്ളൂ. ഒരു പക്ഷെ അമലിനായിരിക്കും. അതൊരു കാരണവശാലും പാടില്ല. തനിക്ക് കിട്ടണം, തനിക്കെല്ലാം കൈയടക്കണം എന്നൊരു ചിന്തയായിരുന്നു അജയുടെ മനസ്സിൽ. ആ സമയം സൂര്യനാരായണൻ പറഞ്ഞു, എന്തായാലും അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ എന്തായാലും സ്വത്തുക്കളൊന്നും അങ്ങനെ വീതം വെക്കാനായിട്ട് നോക്കുന്നില്ല. പിന്നെ ഇനിയിപ്പൊ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞ പ്രഭാവതി പറഞ്ഞു, അല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീതം വെക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അവരുടെ വീതം വ്യക്തമായിട്ട് എഴുതി കൊടുക്കണം, ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, വേണ്ടമ്മേ അളകാവില് വെട്ടിമുറിക്കണ്ട. ഇത് വെട്ടിമുറിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും അവരുടേതായ രീതിക്ക് പോകും. പിന്നെ അറിയാലോ കുടുംബം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. പെട്ടെന്ന് അജയ് പറഞ്ഞു, കുടുംബം ആർക്ക് വേണോ അത്? അവനവന്റെ വീതം കൊണ്ട് പോയി സ്വസ്ഥത സമാധാനത്തോടെ ജീവിക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ നാളെ? അതൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം എത്രയും പെട്ടെന്ന് തന്നെ വീതം വെക്കുന്നതാന്ന് പറയണം. പ്രഭാവതി പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഈ വീട്ടിൽ തുടരുള്ളൂ, അല്ലെങ്കിൽ അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സൂര്യനാരായണൻ പറഞ്ഞു, എന്താണെങ്കിലും ഉടനെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. പ്രഭാവതി പറഞ്ഞു, എന്താ ആലോചിക്കാതിരിക്കണേ? ഇനിയിപ്പൊ നിങ്ങൾക്ക് ആരോടും ചോദിക്കാനുണ്ടോ? ആരോടും ഇല്ലോ, ഭാര്യയും മക്കളും ഒക്കെ ആയി നിൽക്കണേ. ഇനിയിപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതാണോ നിങ്ങൾ എങ്ങനെ വീതം വെക്കാനായിട്ട് മടിക്കണേന്ന് ചോദിക്കുക. നീ എന്താ പ്രഭാവതി പറയണെന്ന് ചോദിക്കും. അല്ല എല്ലാം കൈയടക്കി വെച്ചിട്ട് ഒടുക്കം വീണ്ടും എന്തെങ്കിലും ചതി ചെയ്യാനാണോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് സൂര്യനാരായണൻ എന്തോ ഒരു വിഷമം പോലെ വന്നു. സൂര്യനാരായണൻ നെഞ്ചത്തേക്ക് അവിടെ കൈവെക്കുവാണ്. അഭി ഓടിച്ചെന്ന് അച്ഛനെ പിടിക്കുകയാണ്. അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സൂര്യനാരായണൻ നെഞ്ചത്ത് കൈവെച്ച് അങ്ങോട്ട് വീഴുവാണ്, കുഴഞ്ഞു വീഴുവാണ്. ഈ സമയം അജയോടും അവരുടെ ഏട്ടറിഞ്ഞ് പെട്ടെന്ന് വണ്ടി ഇറക്കാൻ പറ, അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സൂര്യനാരായണൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. അല്ല അച്ഛൻ എന്തോ വയ്യായികയുണ്ട്. കുറച്ചു ദിവസമായിട്ട് അഭിയാണെങ്കിലും ജാനകിയാണെങ്കിലും ശ്രദ്ധിക്കുന്ന കാര്യമായിരുന്നു. അച്ഛൻ എന്തോ മനപ്രയാസം ഉണ്ട്, ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത്
അഭിയും ജാനകിയും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ തന്നെ അജയ് പറഞ്ഞു, ഇതൊക്കെ അച്ഛന്റെ ഒരു അടവാന്ന് എനിക്ക് തോന്നുന്നേ, വലിയ കാര്യമായിട്ട് പ്രശ്നമുള്ളതൊന്നും തോന്നില്ല. അമ്മ വീതം വെക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ വീതം വെക്കാൻ മടിയായിട്ട് അച്ഛന്റെ ഒരടവാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന അങ്ങോട്ട് വന്നു. അത്ര സമയം നിരഞ്ജന അവിടെ ഇല്ലായിരുന്നു, നിരഞ്ജന മുറിയിലായിരുന്നു. കേട്ടോണ്ട് വന്ന് നിരഞ്ജന പറഞ്ഞു, എന്തൊക്കെ അജയ് നീ പറയണേ, അത് അച്ഛനല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോന്ന് ചോദിക്കുവാണ്. ഈ സമയം ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടാവാം അത്രയും സ്പീഡിൽ തന്നെയാണ് അജയല്ല അഭി വണ്ടി എടുക്കണേ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ ICUലേക്ക് കയറ്റുവാണ്. ഡോക്ടർ ഒന്ന് പരിശോധിച്ചു. പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം അഭിയും ജാനകി അശ്വമയോട് കൂടി പുറത്തേക്ക് നിൽക്കുവാണ്. എന്താ എന്താ ഡോക്ടറെ, എന്താ കാര്യം, അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാണ് ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ഒരു സ്ട്രോക്ക് ഉണ്ടായതാന്ന് പറയണം. സൂര്യ സാറിന് സ്ട്രോക്കോ? അതെ, സ്ട്രോക്ക് ഉണ്ടായതാ, ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭിക്കും ജാനകിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ജാനകി അഭിനെ കെട്ടിപ്പിടിക്കുകയാണ്. അഭിയേട്ടാന്ന് പറഞ്ഞോണ്ട്. കാരണം ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഒരച്ഛന്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞ സൂര്യനാരായണൻ എന്നാണ് ജാനകി. അതുകൊണ്ട് ജാനകിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സൂര്യനാരായണനെ. അപ്പൊ ആ അച്ഛന് എന്തെങ്കിലും സംഭവിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജാനകിക്ക് സഹിക്കാൻ പറ്റില്ല. അഭിയനെ പോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്നതാണല്ലോ ജാനകി. അപ്പത്തേനും അഭി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞു, നോക്കാം, നമുക്ക് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയണം. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് രണ്ടുപേർക്കും അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയെ. ഒരുപക്ഷെ താൻ കാരണമുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നൊരു കുറ്റബോധം അഭിയുടെ മനസ്സിലേക്ക് വരുവാണ്. അഭി പറഞ്ഞു, ഒന്നും വേണ്ടിയിരുന്നില്ല അച്ഛൻ, ആ റിസോർട്ടിന്റെ കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതിനുശേഷമല്ലേ ഈ കാര്യങ്ങളെല്ലാം നടന്നേന്ന് പറയാണ്. ജാനകി പറഞ്ഞു, അതിനെന്തിനാ അഭിയേട്ടൻ ഇങ്ങനെ പറയണേ, അഭിയേട്ടൻ കാരണമൊന്നും അല്ലോ അതൊന്നും സംഭവിച്ചെന്ന് പറയാം. ഞാൻ കാരണമാണെന്ന് എന്റെ മനസ്സിലൊരു ചിന്ത വരുന്നു. ഒരു പക്ഷേങ്കില് അന്ന് അച്ഛൻ എന്റെ ആ റിസോർട്ട് എന്റെ പേരിലേക്ക് എഴുതി വെക്കാതിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവാനും ചോദിക്കുക. ജാനകി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അഭിയേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ടാണോ അച്ഛൻ അന്ന് ചെയ്തേ? അതൊന്നും കരുതിയിട്ടല്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിരഞ്ജനെ വിളിച്ചിട്ട് ജാനകിയോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പൊ ജാനകി കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടിപ്പോ നിരഞ്ജനയ്ക്കും വല്ലാത്ത ടെൻഷനായിപ്പോയി. പിന്നീട് നിരഞ്ജന ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതിക്ക് ഒരു കുറ്റബോധം ഉണ്ടായി. താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പ്രഭാവതി ആരോടും ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അജയ്ക്ക് പെട്ടെന്ന് ഫീലിങ്സ് ഒന്നും തോന്നിയില്ല. കാരണം അജയുടെ മനസ്സിലാണെങ്കിൽ അച്ഛൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തനിക്ക് സ്വത്ത് കിട്ടണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം നിരഞ്ജന അജയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അല്ല അജയ്, ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ? അച്ഛനെ ക്രിട്ടിക്കലാന്നല്ലേ പറഞ്ഞേ, അതിനിപ്പോ അവിടെ അവരുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഓടിച്ചിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക. എന്നാലും അതല്ലല്ലോ എന്ന് പറയണം. പിന്നീടാണ് അമൽ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. അറിഞ്ഞ പാതി കേട്ട പാതി കേൾക്കാത്ത പാടി അമല് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുവാണ്. ഓടിച്ചെന്നപ്പോ അഭി ജാനകി അവിടെ ഉണ്ടായിരുന്നു. അഭിയെ കണ്ടതും കെട്ടിപ്പിടിച്ച് അമല് പൊട്ടിക്കരയുവാണ്. അമലിന് വല്ലാത്തൊരു വിഷമമായി പോയി. ഇങ്ങനെ അമലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. പിന്നീട് അഭി ആശ്വസിപ്പിക്കുന്നുണ്ട് അമലിനെ. അച്ഛനൊന്നും സംഭവിക്കില്ലടാ, അച്ഛന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അമലിനെ ആശ്വസിപ്പിക്കുകയാണ്. അമല് അവിടെ നിൽക്കുകയാണ്. അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അളകാപുരിയിലെ അങ്ങനെ സൂര്യ തേജസ് അങ്ങനെ അസ്തമിക്കാനായിട്ട് പോവാണ്. മിക്കവാറും സ്ട്രോക്ക് വന്നെങ്കിൽ അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ല എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് തമ്പീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. സൂര്യനാരായണന് സ്ട്രോക്ക് വന്ന കാര്യം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് സന്തോഷമായി. അങ്ങനെയാണെ മോളെ അധികം ഇനിയിപ്പം കാലതാമസം ഉണ്ടാകത്തില്ല, സൂര്യ മുകളിലേക്ക് പൊക്കോളും. പിന്നെ അളകാവരി നമുക്ക് പിടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇനി മോളുടെ തന്ത്രപ്പാടൊക്കെ. അറിയാലോ, മോള് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മതി, അളകാപുരി നമ്മുടെ കയ്യിലിരിക്കും. ഇത്രയും കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ആ കാര്യം നടക്കാനായിട്ട് പോവാ, അധികം വൈകാതെ തന്നെ നടക്കൂന്ന് പറയാണ്. സൂര്യ അവിടെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിക്ക് അവിടെ ഒരു വിലയില്ലാതാവും. പിന്നെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. അറിയാലോ, പിന്നെ അജയനെ മേൽക്കിയെടുക്കാനൊക്കെ എനിക്കറിയാന്ന് പറയാണ്. ഇത് കേട്ടത് അപർണ പറഞ്ഞു, അതെ, അതിനുവേണ്ടി അച്ഛൻ ഞാനും കാത്തിരിക്കുന്നേ, ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുവാന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.